പെരിയാറിൻ്റെ സംഭാവനകൾ ആ നിലയ്ക്ക് വളരെയധികം പ്രസക്തമാണ് എന്ന് മാത്രമല്ല, വൈക്കത്ത് നടന്ന സത്യാഗ്രഹത്തെ ആഴത്തിൽ മുന്നോട്ടെടുത്തത് പെരിയാറാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വൈക്കം വീരർ എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെടുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സമരമാണ്. ഈ വൈക്കത്ത് തിരുവിതാംകൂർ സർക്കാരുമായിട്ട് പല നിലകളിൽ ഗാന്ധി സന്ധി ചെയ്തപ്പോൾ അത്തരം ഒരു സന്ധിക്കും തയ്യാറാകാതിരുന്ന ആളാണ് പെരിയാർ. ആ ഒരു സാഹചര്യം വളരെ പ്രസക്തമാണ്. പഴ അതിയമാൻ്റെ പഠനങ്ങളും അതുപോലെ തന്നെയുള്ള പല വിഖ്യാതമായ പഠനങ്ങളും പെരിയാറിൻ്റെ സംഭാവനകളെ വളരെ വിശദമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് പെരിയാർ ചാകാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ 41 ദിവസം നീണ്ടിരിക്കുന്ന ഒരു ഭഗവതി സേവ നടത്തുന്നുണ്ട്. പക്ഷേ 41 ദിവസം കഴിയുമ്പോൾ തിരുവിതാംകൂർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് മരിച്ചുപോയത്. പെരിയാറിനൊന്നും സംഭവിച്ചില്ല. ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു. അന്ന് വൈക്കത്തെ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് പെരിയാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന പത്രം ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ വളരെ വിപുലമായി തന്നെ അത് പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ ഞാനതിനെ മറ്റൊരു കോണ്ടസ്റ്റിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണത് പറയാതിരുന്നത് എന്നുള്ളത് പറയുകയാണ്. മറ്റ് മതങ്ങൾക്ക് മോശമുണ്ടല്ലോ എന്ന് ഈ ശ്രീനാരായണ മറ്റ് ഇടവ സമുദായങ്ങൾ ക്രിസ്ത്യ മതത്തിലോട്ട് ചേക്കാൻ പോയപ്പോൾ തടഞ്ഞു. അതായത് കമ്മൂരിലൂടെ ഇതിലൂടെ ഭാഗത്ത് കൊച്ചുവഴി അവിടെ വഴികളുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുകയും ഹിന്ദു മതത്തിന്റെ പൂജാതികർമ്മങ്ങൾ അവിടെ നടത്തുകയും ഹിന്ദു മതമാണോ വേണ്ടതെന്ന് ഹിന്ദുക്കളെ തിരിച്ചു നിർത്തുകയും ചെയ്തു. ഇപ്പൊ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ലേ. രണ്ടാമത്തെ മറ്റൊരു ചോദ്യങ്ങളുണ്ട്. ഗാന്ധിജി അന്നത്തെ സനാതന ധർമ്മത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഐക്യത്തിനെ പരിപൂർണമായിട്ട് സനാതനം എന്ന് പറയുന്നത് ഐക്യത്തിൽ അധിഷ്ഠിതമാണ്. ആ ഐക്യത്തിനെ അങ്ങനെ പൂർണ്ണമായും നിരാകരിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്തു. അതാണ് ഒരു പ്രധാന RSSന് ഹിന്ദു സ്വാമികൾക്ക് ഒരു എതിർച്ചിന്ത ഉണ്ടാകാൻ കാരണം. അങ്ങനെ സനാതന പാർട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഈ രണ്ട് പ്രസ്താവനകളിലും ചരിത്രവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായ ചില ആശയങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പരാമർശം നാരായണ ഗുരുസ്വാമികൾ ക്രിസ്തുമതത്തിലേക്ക് പോയ ആളുകളെ പിടിച്ചു നിർത്തി എന്നുള്ളതിന് യാതൊരു ചരിത്രരേഖകളുമില്ല. ഒരു ചരിത്രരേഖകളുമില്ല. ഈ വാദം മുമ്പ് ഉന്നയിച്ചത് മറ്റേ ഒരു മധു ഉണ്ടല്ലോ, മധു വേടന്റെ പാട്ടിനെതിരായി രംഗത്ത് വന്ന മധു ഇതേ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ക്രിസ്തുമതത്തിലേക്ക് പോയ ആളുകളെ ഗുരു തടഞ്ഞു എന്ന്. യാതൊരു ചരിത്രരേഖയും ഈ വാദത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രരേഖ കൊണ്ടുവരാൻ ഈ വാദം ഉന്നയിക്കുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു ചരിത്രരേഖയില്ല. അവരിങ്ങനെ കുറെ കഥ പറയുന്നല്ലാതെ ഇതിന് യാതൊരു രേഖയില്ല. രണ്ടാമത്തെ പ്രശ്നം, മതപരിവർത്തനത്തെ സംബന്ധിച്ച് എന്തായിരുന്നു ഗുരുവിന്റെ നിലപാട്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്രിസ്തുമതത്തിലേക്ക് പോയവരെ ഗുരു തടഞ്ഞു എന്ന വാദമാണെങ്കിൽ എന്തായിരുന്നു മതപരിവർത്തനത്തെ സംബന്ധിച്ച് ഗുരുവിന്റെ നിലപാട്? ഗുരു പറഞ്ഞത് മതം മാറണമെന്ന് തോന്നിയാൽ ഉടനെ മാറണം. മതം മാറണമെന്ന് തോന്നിയാൽ ഉടനെ മാറണം. മതം മാറണമെന്ന് തോന്നാൽ മതത്തിൽ നിന്നും മാറാതെ ആ മതത്തിൽ തന്നെ തുടരുന്നത് ആ മതത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് ഗുരു പറയുകയുണ്ടായി. ഇങ്ങനെ പറഞ്ഞ ഗുരു എങ്ങനെയാണ് ക്രിസ്തുമതത്തിലേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ തടയുന്നത്? ഗുരു ആരെയും തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏണസ്റ്റ് കർക്ക് എന്ന് പറയുന്നൊരു വിദേശിക്ക് സന്യാസം കൊടുക്കുന്ന സമയത്ത് കാഷായ വസ്ത്രമൊന്നുമല്ല കൊടുത്തത്, വിരജ ഹോമവും നടത്തിയില്ല. പകരം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ കോട്ടും ടൈയുമാണ് സന്യാസ സന്ദർഭത്തിൽ കൊടുത്തത്. ഇത് കൂടാതെ മറ്റൊരു മുസ്ലിം നാമധാരി ഗുരുവിന് ശിഷ്യപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം പേരൊന്നും മാറ്റേണ്ടതില്ല. ഏത് പേരിലാണോ ഏത് വിശ്വാസത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ വിശ്വാസത്തിൽ തന്നെ തുടർന്നുകൊണ്ട് തന്നോടൊപ്പം ചേരാനാണ് ഗുരു കൽപ്പിച്ചത്. അപ്പം ഇത് ചരിത്രവിരുദ്ധമായൊരു വാദമാണ്. യാതൊരു തെളിവുമില്ല. അമ്മുമ്മ കഥയാണ്. അമ്മുമ്മ കഥയുടെ പ്രത്യേകത അറിയാമല്ലോ. തെളിവിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കഥ, ഹിന്ദുത്വരുടെ പ്രധാനപ്പെട്ട പരിപാടി അതാ. ഇങ്ങനെ കഥ പറയും, കഥ അടിച്ചിറക്കുക, തെളിവുകളുടെ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, ഗാന്ധി അയിത്തത്തിനെതിരായിരുന്നു. ശരിയാ, ഗാന്ധി അയിത്തത്തിനെതിരായിരുന്നു. പക്ഷേ അയിത്തം പോയാൽ ജാതി പോകത്തില്ല. നമ്മുടെ സമൂഹം അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. പരോക്ഷമായിട്ട് ആർക്കും അയിത്തമില്ല.
അയിത്തമൊക്കെ പോയി. അയിത്തം പോയതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ കസേര ഇരിക്കുന്നത്. പക്ഷേ ജാതി പോയോ എന്ന് ചോദിച്ചാൽ പോയിട്ടില്ല എന്നറിയണമെങ്കിൽ വേറെ ഒരു സ്ഥലവും പരിശോധിക്കേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേരളത്തിലെ, ഇന്ത്യയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും സർവകലാശാലകളും ഇന്ത്യയിലെ IIT-കളും പരിശോധിച്ചാൽ മതി. ഈ കാര്യം ആർക്ക് പിടികിട്ടിയില്ല? ഗാന്ധിക്ക് ഒരിക്കലും പിടികിട്ടിയിട്ടില്ല. ഗാന്ധി മരിക്കുന്നത് വരെ വർണ്ണാശ്രമമാണ് ജാതി എന്നുള്ള ബോധം ഗാന്ധിക്ക് ഉണ്ടായിരുന്നതേ ഇല്ല. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിന് എന്നോട് വിഷമിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം അതിനോട് കലഹിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ ഗാന്ധി എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ വർണ്ണാശ്രമ ധർമ്മത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, വർണ്ണാശ്രമ ധർമ്മത്തെ ഞാൻ തള്ളിപ്പറയുന്നു എന്ന ഒരു വരി കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാദം പിൻവലിക്കാം? അങ്ങനൊരു വരിയെ പറഞ്ഞിട്ടില്ല. കാസ്റ്റ് മസ്റ്റ് ഗോ പറഞ്ഞിട്ടുണ്ട്, ശരിയാ, ജാതി പോകണം. പക്ഷെ ആ പ്രബന്ധത്തിൽ ആദ്യത്തെ വരി എന്താ? ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ ഫ്രം ദി വേദാസ്. ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഗാന്ധി അയിത്തത്തിനൊക്കെ എതിരായിരിക്കും, അയിത്തോച്ചാടനമൊക്കെ നടത്തിയിട്ടും ഉണ്ടാവാം. പക്ഷേ അംബേദ്കർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഗാന്ധി ഒരുപാട് നിരാഹാരം നടത്തി. അയിത്തമില്ലാതാക്കാൻ ഒരൊറ്റ നിരാഹാരം പോലും ഗാന്ധി നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട്. ഒറ്റ നിരാഹാരം ഇരുന്നിട്ടില്ല. ആകെ ഇരുന്നത് എന്തിനാ? കുറച്ചു ദിവസം അദ്ദേഹം ഇരുന്നു. എന്തിനാ? അത് ദളിതരുടെ പ്രത്യേക അവകാശം ഇല്ലാതാക്കാൻ വേണ്ടി. അതിനല്ലാതെ അദ്ദേഹം ചാകുന്നവരെ വേറെ ഒരു കാര്യത്തിന് ഇരുന്നിട്ടില്ല. ദളിതർക്ക് പ്രത്യേക കമ്മ്യൂണൽ അവാർഡ് വന്നപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ട് ഗാന്ധി നിരാഹാരം ഇരുന്നു. എങ്ങനെ അതിനെ പരാജയപ്പെടുത്താൻ? അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഞാൻ അയാളെ മഹാത്മാവെന്ന് വിളിക്കില്ല, അയാൾ ആ പേരിന് അർഹനല്ല എന്ന് മുൾക്ക്രാജ് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ 1956 ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ഗാന്ധിയും ഗാന്ധിസവുമാണ് ദളിതരുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. അംബേദ്കറുടെ വരികളാണ്. മുൾക്ക്രാജ് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ അംബേദ്കർ പറയുന്ന കാര്യമാണ്. തന്നെയല്ല, സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, ഗാന്ധി എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ട് നടക്കുന്നവരുടെ എല്ലാം ഗതി ചാണകക്കുഴിയിലേക്കായിരിക്കുമെന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. കാരണം ഗാന്ധി പറയുന്നത് രാമരാജ്യത്തെ പറ്റിയാണല്ലോ. രാമരാജ്യമാണ് ഗാന്ധിയുടെ ആദർശ ലോകം. രാമരാജ്യത്തിൽ എവിടാണ് സമത്വം? രാമരാജ്യത്തിൽ എവിടാണ് സാഹോദര്യം? ഗാന്ധിസത്തെ സഹോദരൻ അയ്യപ്പനോ നാരായണ ഗുരുസ്വാമികളോ ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗീകരിക്കുകയുണ്ടായില്ല. ഒരു ഗാന്ധിയനായിട്ട് നടക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷെ ഒരുപാട് സ്വത്തെങ്കിലും ഉണ്ടാകണം. ഇന്ത്യയിലെ ദളിതർക്കോ ഇന്ത്യയിലെ അവർണർക്കോ ഒരിക്കലും ഗാന്ധിയനായിട്ട് തുടരാൻ കഴിയില്ല. അതിനിച്ചിരി ചെലവുള്ള കാര്യമാണ്. കാരണം അതിന് പണച്ചെലവുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.